ഈ സിനിമയുമായി ബന്ധപ്പെട്ട സെൻസർ ബോർഡിന് കൂടി പരാതി നൽകിയിരിക്കുകയാണ്. അഡ്വക്കേറ്റ് സുഭാഷ് തേക്കാടൻ സിനിമയുടെ പേര് മാറ്റണം, കാരണം കേരളവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സിനിമയ്ക്ക് കേരള സ്റ്റോറി എന്ന് പേരിടുന്നതിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഡി ധനസുമോദൻ അതിന്റെ വിശദാംശങ്ങൾ കൂടി തരും. ധനസുമോദ്, വലിയ തരത്തിലുള്ള വിവാദമായിരിക്കുകയാണ്. കേരള സ്റ്റോറി എന്ന പേര് മുതൽ അടിമുടി അതിന്റെ ഉള്ളടക്കം വരെ വലിയ വിവാദവും ചർച്ചയുമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് സെൻസർ ബോർഡിന് കൂടി പരാതി നൽകിയിരിക്കുന്നത്. അല്ലേ? നമുക്ക് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വ്യക്തിപരമായ ഒരു അനുഭവം കൂടി ഞാനൊന്ന് പങ്കുവെക്കാം. കഴിഞ്ഞ ദിവസം ഒരു ഡൽഹി മെട്രോയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മലയാളം പുസ്തകം വായിച്ചപ്പോൾ ഇത് ഏത് ലിപിയാണ് എന്നറിയാൻ വേണ്ടി ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് മലയാളമാണ്. മലയാളം ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. പെട്ടെന്ന് അയാൾ ഞെട്ടിപ്പോവുകയാണ്. കാര്യം കേരളം, നിങ്ങൾ എല്ലാ ദിവസവും ബീഫ് കഴിക്കുന്നവരാണോ? മതപരിവർത്തനം നടത്തുന്നവരാണോ? കാര്യം ഈ ഉത്തരേന്ത്യയിൽ ആ തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രചാരമാണ് കേരള സ്റ്റോറി നമ്പർ 1 നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്പർ 2 കൂടി വന്നിരിക്കുകയാണ്. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ നിർമ്മാതാവും സംവിധായകനും അവർക്കൊന്നും ഉത്തരമില്ലായിരുന്നു. കാര്യം അവർ ഇന്നലെ ഹാജരാക്കിയത് മുഴുവനും ഉത്തരേന്ത്യയിൽ നിന്നും മതപരിവർത്തനം ചെയ്ത് എന്ന് പറയപ്പെടുന്ന ആളുകളെ, സ്ത്രീകളെയായിരുന്നു. അവർക്കൊന്നും കൃത്യമായ ഉത്തരവുണ്ടായിരുന്നില്ല. ഇത് ഇപ്പോൾ സുഭാഷ് തേക്കാടൻ പരാതി നൽകിയിരിക്കുകയാണ്. സുഭാഷ് തേക്കാടനിലേക്ക് തന്നെ നമുക്ക് പോകാം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പരാതി സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത്? ഈ കേരളത്തിന്റെ ഐഡന്റിറ്റിയെ തന്നെ തെറ്റിദ്ധരിക്കുന്ന തരത്തിലുള്ള സീനുകൾ ചിത്രീകരിച്ചുകൊണ്ട് ഇതാണ് കേരളത്തിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള സ്റ്റോറി 1. ഇപ്പോൾ അതിനേക്കാൾ ഗുരുതരമായ തരത്തിൽ ഒരു ഹിന്ദു പെൺകുട്ടിയുടെ വായിലേക്ക് പർദ്ദയിട്ട 3 മുസ്ലിം സ്ത്രീകൾ ബീഫ് നിർബന്ധപൂർവം കഴിപ്പിക്കുന്ന ഒരു സീനടക്കം ഉള്ള ഒരു സിനിമ കേരള സ്റ്റോറി എന്ന പേരിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ സ്റ്റോറി അല്ല. ശ്രീനാരായണ ഗുരുവും മഹാത്മാ അയ്യങ്കാളിയും ഉഴുതുമറിച്ച സമൂഹം, അതുപോലെ തന്നെ കാലങ്ങളായി പിന്തുടർന്നു പോരുന്ന മതസൗഹാർദ്ദം, ഇതൊക്കെയാണ് കേരളത്തിന്റെ ഐഡന്റിറ്റി. സുഭാഷ് തേക്കാടൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ജാനകി എന്ന പേര് പോലും ഒരു സിനിമയിൽ പറ്റില്ല, ആ രീതിയിൽ തന്നെ ഒരു മാറ്റണം എന്നാണ് ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും ഈ സർട്ടിഫിക്കേഷൻ നൽകുന്ന ബോർഡ് CBFC കൃത്യമായ ഒരു വിവേചനം ഇത്തരം കാര്യങ്ങളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മുടെ മലയാള സിനിമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പേര് ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ടത് പേര് മാറ്റേണ്ടി വന്നു. പിന്നെ ചില കഥാപാത്രങ്ങൾ, ജാനകി എന്ന പേര് വരുന്ന ഒരു കഥാപാത്രത്തിലെ ജയന്തി എന്ന പേര് എന്ന തരത്തിലേക്ക് പേര് മാറ്റിക്കുന്നു. എന്നാൽ കേരളത്തിൻ്റെ ഒരു പേരുപയോഗിച്ച് ഇത്തരത്തിൽ കേരളത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സിനിമ വന്നപ്പോൾ അതിന് അനുമതി നൽകുന്നതിനും സർട്ടിഫിക്കേഷൻ നൽകുന്നതിനും അവർക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. അവസാനമായി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരാണ് ഇത്തരത്തിലുള്ള ഒരു വാദം അല്ലെങ്കിൽ പരാതി എന്നുള്ളൊരു കാര്യമാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1) പ്രകാരം ആർട്ടിസ്റ്റിക് ഫ്രീഡം ആണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ആർട്ടിക്കിൾ 19(2)-ൽ പറയുന്ന റിസ്ട്രിക്ഷന് വിധേയമാണ് ഇത്തരം സ്വാതന്ത്ര്യങ്ങളൊക്കെ, ആർട്ടിസ്റ്റിക് ഫ്രീഡമൊക്കെ. പക്ഷെ ആ ഒരു ആർട്ടിക്കിൾ 19(2) ഉപയോഗിച്ചുകൊണ്ടാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെയൊക്കെ പേര് മാറ്റാൻ ഇവർ തയ്യാറായത്. എന്തുകൊണ്ട് ഈ സിനിമയുടെ കാര്യത്തിൽ അത്തരത്തിൽ ഇവർ തയ്യാറാകുന്നില്ല? അതുകൊണ്ട് അടിയന്തരമായി ഇതിൻ്റെ പേര് മാറ്റണം, ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് ഞാനതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ജിൽസി, സുഭാഷ് തേക്കാടൻ പറഞ്ഞതനുസരിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്, പക്ഷേ ഒരു നിയന്ത്രണമില്ലാത്ത അഭിപ്രായ സ്വാതന്ത്ര്യമല്ല ഉള്ളത്. മാത്രമല്ല ഈ ജാനകി പോലുള്ള സിനിമകളുടെ പേര് മാറ്റിയ അനുഭവങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് ഇത് കേവലം വികാരത്തെ വ്രണപ്പെടുത്തുക മാത്രമല്ല, ഒരു സംസ്ഥാനത്തെ തന്നെ മോശമായി ചിത്രീകരിക്കുകയാണ്. അത് ആരോഗ്യപരമായാലും വിദ്യാഭ്യാസ രംഗത്തെ ആയാലും 1-ാം സ്ഥാനത്ത് എല്ലാ സൂചികകളും നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെയാണ് വളരെ മോശമായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് മാറ്റണം എന്ന് ആവശ്യപ്പെടുന്നത്.